അർച്ചനയായി തീരാൻ സമയം വരുമോ നാഥാ. ഈ വഴിയിൽ നീ അണച്ചു നിത്യമായി നീ തരുന്നു രക്ഷകൻ സൗഭാഗ്യം. യേശുവേ നീ നൽകിയും സ്നേഹം എത്ര മഹനീയം. അർപ്പണരായി തീരാൻ അർച്ചനയായി തീരാൻ സമയം വരുമോ നാഥാ. അർപ്പണരായി തീരാൻ അർച്ചനയായി തീരാൻ സമയം വരുമോ നാഥാ. ഏറ്റവും ഉദാത്തമായ രീതിയിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഡയമണ്ട് ജൂബിലിയാണ് നമ്മൾ ആഘോഷിക്കുക. അച്ഛൻ്റെ സന്യാസ സമർപ്പണത്തിൻ്റെ ഡയമണ്ട് ജൂബിലിയും അതുപോലെ തന്നെ 66ാമത് പ്രീസ്റ്റ്ലി ഓർഡിനേഷൻ്റെ വർഷം കൂടിയും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ദാനം. നമുക്ക് ദൈവത്തിന് സ്തുതികളും നന്ദിയും അർപ്പിക്കാം. അച്ഛൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ നമുക്കറിയാം. 31 വർഷത്തോളം അദ്ദേഹം മിഷൻ രംഗത്താണ് പ്രവർത്തിച്ചത്. അവിടെ വളരെ ധീരമായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അച്ഛൻ ചെയ്യേണ്ടതായിട്ട് വന്നത്. എങ്കിലും വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ തീഷ്ണത നിറഞ്ഞ ഒരു മിഷണറിയായി അവിടെയെല്ലാം പ്രവർത്തിച്ച് പിന്നീടാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുക. അവിടെയും തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ച് ഇപ്പോൾ ചൊവ്വര അവരുടെ ചാന്താമശ്ശേരിയിലുള്ള ഹൗസിൽ അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുകയും, വിശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടത്തെ കാലമൊക്കെ ഊർജ്ജസ്വലമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. അച്ഛന് 93 വയസ്സ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. അത്രയേറെ തീഷ്ണതയോടുകൂടി വളരെ ചെറുചുറുക്കോടുകൂടി ഇന്നും നമ്മുടെ മുമ്പിൽ അദ്ദേഹം സന്നിഹിതനായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഈ പ്രായത്തിൽ ഇത്രയേറെ ആരോഗ്യത്തോടു കൂടി തീക്ഷ്ണതയോടുകൂടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് ലഭിച്ചിരിക്കുന്ന അച്ഛനെ ഓർത്ത് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. അച്ഛൻ്റെ ജീവിതത്തിലൂടെ, പ്രത്യേകിച്ച് അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ, സന്യാസ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമ്മുടെ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമായിട്ടാണ് നമ്മൾ ഈ അൾത്താരയ്ക്ക് സമീപം ഇപ്പോൾ ഒരുമിച്ച് പോയി. എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ ചാന്ത പ്രൊവിൻസിൽപ്പെട്ട വ്യക്തിയാണ്. അച്ഛൻ്റെ പ്രൊവിൻഷ്യൽ പൈസത്തിലൂടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ആ പ്രൊവിൻസിൽപ്പെട്ട അനേകം വൈദികരുടെയുണ്ട്. മറ്റ് സഭകളിലുള്ള, മറ്റ് പ്രൊവിൻസുകളിലുള്ള സീമൈ അച്ഛന്മാരുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ തിരുവചന സന്ദേശം നൽകുന്നത് മോൺസിഞ്ഞർ ആന്റണി പെരുമായനാണ്.
അച്ഛനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ 2 പെങ്ങന്മാർ CSN കോൺവെൻറ്റിലാണ്. സിസ്റ്റേഴ്സ് അവിടെ നിന്നും വന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് സിസ്റ്റേഴ്സുകളുടെ സന്നിഹിതരായിരിക്കുന്ന ബന്ധുക്കളും മറ്റ് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ഒത്തിരിയേറെ പേര് അച്ഛനോടൊപ്പം ദൈവത്തിന് നന്ദി പറയുവാനും ഈ സന്തോഷം പങ്കുവയ്ക്കുവാനുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. എല്ലാവരെയും ഇടവകക്കാരെയും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അച്ഛന് ഇനിയും കൂടുതൽ കാലം ഈ പൗരോഹിത്യ ജീവിതം ഏറ്റവും തീക്ഷ്ണതയോടുകൂടി നിർവഹിക്കുവാനായിട്ട് ശക്തി ലഭിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഭക്തിപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്നതുകൊണ്ട് നമുക്ക് അച്ഛനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും
സകല സൗഭാഗ്യങ്ങളെയും സൃഷ്ടാവാകുന്നു. സകലത്തിന്റെയും നാഥ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 14 മുതൽ 4-ാം അധ്യായം 2 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശു, നിന്റെ അടുത്ത് വേഗം എത്തിച്ചേരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇത് എഴുതുന്നതാകട്ടെ, എനിക്ക് താമസം നേരിട്ടാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയും സത്യത്തിന്റെ തൂണും കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് നിന്റെ അറിവിനായി നിർദ്ദേശിക്കാനാണ്. നിന്റെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് ദൃശ്യനായി, ജനമതങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. ലോകം അവനിൽ വിശ്വസിച്ചു, മഹത്വത്തിലേക്ക് അവൻ സംവഹിക്കപ്പെടുകയും ചെയ്തു. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുടയന്മാരുടെ കാപട്യമാണ് ഇതിനു കാരണം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതിയെ പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾക്കോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തിയെ പ്രകടിപ്പിച്ചു. ഹൃദയജാലത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മൾ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവരുടെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 66
ബേബി ചിന്തയുടെ സെബാസ്റ്റ്യൻ അച്ഛ, ജോർജ് അച്ഛ, പ്രൊഫസർ അച്ഛ, വിചാരിച്ച മറ്റേ അച്ഛന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, ബേബി ചിന്ത ഈ ജൂബിലിക്ക് 2 വാക്ക് പറയാൻ അവസരം കിട്ടിയതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്ന കാരണം അച്ഛനെ പറ്റി ഏറെ കാര്യങ്ങൾ എനിക്ക് അറിയില്ലാത്തത് അറിയാനിടയായി. അതുകൊണ്ട് ഇത് നല്ലൊരു അവസരമായി ഭവിച്ചു എന്ന് പറയട്ടെ. അച്ഛൻ ജനിച്ചത് നമുക്കറിയാമല്ലോ, ഈ കുടുംബത്തിൽ തോമസിൻ്റെയും മേരിയുടെയും മകനായിട്ടാണ് ജനിക്കുക. ഫിലിപ്പിനെ ഇന്ന് അറിയപ്പെടുന്നെങ്കിൽ ഞങ്ങൾക്ക് ബേബി ചേട്ടനാണ് ഇന്ന് അറിയാം. പള്ളിയിലെ പേര് സേവ്യറാണ്. അച്ഛൻ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഈ കാര്യം. ആദ്യം ജനിച്ച വർഷം വിചാരിച്ചു പറഞ്ഞ 1932 ജൂലൈ 8-നാണ് ഞങ്ങൾ കർമ്മലിത്ത സഭയിലാണ് ആദ്യത്തെ വൃദ്ധവാഗ്ദാനം നടത്തിയത്. അത് 15 ഒക്ടോബർ 1950, മെയ് 16, 1959 പൗരോഹിത്യ സ്വീകരണം. എൻ്റെ ഓർമ്മയിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുത്തത് ഞാൻ 9 വയസ്സുള്ള കുട്ടിയായിരുന്നു. അന്നാണ് ഇതിൽ പങ്കുചേരാനും പൗരോഹിത്യത്തോടുള്ളൊരു ആകർഷണം ഉണ്ടാകാനുണ്ടായ ഒരു കാരണത്തിൻ്റെ ഭാഗം. അങ്ങനെയെങ്കിൽ അച്ഛൻ 2000 വ്രതവാഗ്ദാനത്തിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷിച്ചു. 2009 പൗരോഹിത്യ സ്വീകരണത്തിൻ്റെയും സുവർണ്ണ ജൂബിലി ആഘോഷിച്ചു. ഇപ്പോൾ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 66-ാമത്തെ വർഷവും വ്രതവാഗ്ദാനത്തിൻ്റെ 75-ാം വർഷത്തിൻ്റെയും ജൂബിലിയാണ് ആഘോഷിക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും ജൂബിലി ആശംസകളും ചേർന്ന് ഞങ്ങൾ നേരുക. ജൂബിലി ആഘോഷിക്കപ്പെടേണ്ട ഒരു അവസരമാണ്. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. പിന്നെ വായിച്ചു കേട്ട ദൈവമാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ നിന്ന് നമുക്ക് ഈ പ്രത്യേക മുഹൂർത്തത്തിന് പ്രചോദനം ഉൾക്കൊള്ളാം. മറിയം പ്രഖ്യാപിച്ചു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ കൃപകളെ അംഗീകരിച്ച് ദൈവത്തിലേക്ക് തൻ്റെ മുഴുവൻ ആത്മാവും മനസ്സും സമർപ്പിച്ച് മറിയം ഓരോ വിശ്വാസിക്ക് നമുക്കൊക്കെ ഒരു മാതൃകയാണ്. ഇന്ന് 75 വർഷം പൂർത്തിയാക്കിയ ഒരു കർമ്മലീത്ത മിഷണറി വൈദികന്റെ ദീപ്തമായ ദൗത്യ ജീവിതത്തിൻ്റെയും സമർപ്പിത സേവനത്തിൻ്റെയും സ്തോത്രഗീതം കർത്താവിന് നമുക്ക് സമർപ്പിക്കാം. സൃഷ്ടിച്ച ദൈവം ജന്മം നൽകിയത് എന്തിനെന്നോ, വേർതിരിച്ച് വിളിച്ചത് എന്തിനെന്നോ, ആ ലക്ഷ്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഇത്തരം ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ അവസാന വരികൾ നമുക്ക് ഒരു സത്യവും ദൗത്യവും പറഞ്ഞു തരുന്നുണ്ട്. ഭൂമിയുടെ ദരിദ്രരെ ഉയർത്തുന്നു, സ്വർഗീയ സമാധാനം പകരുന്നു. ചേട്ടൻ്റെ ജീവിതവും സമർപ്പണവും ഇതിൽ ഉച്ചസ്ഥിതമാണ്. മറിയം തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു. ചേട്ടനും സമർപ്പിത ജീവിതം വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൻ്റെ അറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ബേബിച്ചേട്ടൻ്റെ ദൗത്യം. സ്നേഹ ശുശ്രൂഷയിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, കഠിനാധ്വാനത്തിലൂടെ, ലളിത ജീവിതത്തിലൂടെ, സാധുക്കളെ കരുണയോടെ സ്നേഹിക്കുന്നതിലൂടെ, ജീവിതക്ലേശത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഞങ്ങളുടെ ബേബിച്ചൻ്റേത്. ദൗത്യം നിറവേറ്റിയ അത്ഭുതകരമായ വഴികൾ ഓർത്ത് ഭൂതകാലത്തെ ബഹുമാനിക്കുമ്പോൾ ഭാവി ഊർജ്ജസ്വലമാകും, വർത്തമാനം ഒരു ആഘോഷമായി തീരുകയും ചെയ്യും. ഒരു തണൽ മരം പോലെ തണലേകാൻ, ഒരു സഹോദരന്റെ കനിവേകാൻ, സ്നേഹമായി മഴ പോലെ വെയിലിറങ്ങാൻ, വെയിൽ പോലെ നിസ്വാർത്ഥമായി പരന്നു നിറയാൻ വിളിക്കപ്പെട്ടവരാണല്ലോ പുരോഹിതൻ. മറ്റുള്ളവർക്കായി കത്തിജ്വലിക്കുന്ന സ്നേഹമൂർത്തിയാണ് സൂര്യ എന്നാണ് ഒരു കവി യേശുനാഥനെ പറ്റി പറയുക. ഇതിലേറെ ധ്യാനിക്കാനുണ്ട്. If you want to shine like the sun, you have to learn to burn like the sun. സൂര്യനെ പോലെ പ്രകാശിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം തന്നെ നീ സൂര്യനെ പോലെ എരിയാൻ തയ്യാറാകണം. സൂര്യനെ പോലെ പ്രകാശിക്കാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ എരിഞ്ഞുകൊണ്ട് സൂര്യനെ പോലെ മറ്റുള്ളവർക്ക് വെട്ടം കൊടുക്കാൻ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു ചേട്ടൻ്റെ ജൂബിലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. മറ്റുള്ളവരുടെ നിറവയിൽ ദുഃഖം സ്വയം ഏറ്റുവാങ്ങി വിടുകാൻ
തയ്യാറായ ചേട്ടൻ 1965 ഓഗസ്റ്റ് സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിഷൻ കേന്ദ്രമായ ചാങ്കായിലേക്ക് പുറപ്പെട്ടു. അവിടെ ആദിലാബാദ് ജില്ലയിലെ മാനന്തവാടി, ഭീമാറാം, ചാങ്ക എന്നീ മിഷൻ കേന്ദ്രങ്ങളിൽ മിഷൻ പ്രവർത്തനം നടത്തി. ചേട്ടൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ വിവരങ്ങൾ അറിയാൻ. എൻ്റെ ഗുരുവിന് വേണ്ടി ഒരു യാത്ര, ഇതാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇത്രയും കാലമായിട്ട് കാണാത്ത ഒരു പുസ്തകം ഞാൻ. ആ പുസ്തകം അനുഭവ സമ്പന്നനായ ഒരു മിഷണറിയുടെ മഹത്തായ സാക്ഷ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പുസ്തകം ചാന്ത മിഷൻ പ്രദേശത്ത് സേവനത്തിനായി വിളിക്കപ്പെടുന്ന ഒരു മിഷണറിയുടെ ദർശനവും ദൗത്യവും വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു മിഷണറിയായ ചേട്ടന്റെ അനുസരിക്കാനുള്ള ഉത്സാഹവും ആവേശവും ഈ പുസ്തകത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആദിലാബാദിലെ ഗ്രാമങ്ങളിൽ 31 വർഷം അക്ഷീണം പ്രയത്നിച്ച ആ കാലത്ത് കാടുകളിലൂടെ കാളവണ്ടിയിൽ യാത്ര ചെയ്ത് ഗ്രാമവാസികളോട് യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. പല ഗ്രാമങ്ങളിലും അദ്ദേഹം ചെറിയ ചെറിയ ക്രിസ്തീയ സമൂഹങ്ങൾ രൂപീകരിച്ചു. കഠിന പ്രയത്നങ്ങളിലൂടെ പള്ളികളും ഹോസ്റ്റലുകളും പണിയുകയും ചെയ്തു. പ്രാർത്ഥനയും പ്രവർത്തനവും നിറഞ്ഞ ജീവിതത്തിൽ വികാരിച്ചു സൂചിപ്പിച്ചതുപോലെ അത്യന്ത അപകടകരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ വിശുദ്ധ പൗലോസിനെ പോലെ ചേട്ടനും തന്റെ പുസ്തകത്തിൽ പറയുന്നു. 5 തവണ തന്റെ കാളവണ്ടി തകർന്നു, 4 തവണ കള്ളന്മാരെ നേരിടേണ്ടി വന്നു, നിരവധി തവണകൾ നക്സലുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. തോക്കിൻ മുനയുടെ മുമ്പിൽ അനാരോഗ്യകരമായ ഇടങ്ങളിൽ ഉറക്കമില്ലാതെ രാത്രികൾ കഴിച്ചുകൂടി. ഗ്രാമങ്ങളിൽ മലിനമായ വഴികളിലൂടെ കൊടും ചൂടിലും കടുത്ത തണുപ്പിലും കാൽനടയായി സഞ്ചരിച്ചു. വിശപ്പും ദാഹവും അനുഭവിച്ചപ്പോൾ ഒഴുക്കുകളിൽ നിന്നും വെള്ളം കുടിച്ചിട്ടുണ്ട് എന്ന് അച്ഛൻ പറയുന്നു. മാനുഷികമായി ചിന്തിച്ചാൽ ഇത്തരം സാഹചര്യങ്ങളിൽ മാസങ്ങൾ അല്ല വർഷങ്ങൾ ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളുടെ നടുവിലും തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. യേശുവിനുള്ള സ്നേഹവും ദൈവത്തിന്റെ പരിപാലനയുള്ള വിശ്വാസവും. ഈ സ്നേഹവും വിശ്വാസവുമായിരുന്നു അതിസാഹസികമായ സാഹചര്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും മുന്നോട്ട് പോകാൻ ചേട്ടന് ശക്തി നൽകിയത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിനൊക്കെ പ്രതിഫലം എന്ന് ഞാൻ വിചാരിക്കട്ടെ. കർത്താവ് ചേട്ടൻ അല്പം വിശ്രമത്തോടെയുള്ള ഒരു വ്യത്യസ്ത ജീവിതശൈലി പ്രദാനം ചെയ്തു. 1994-95 കാലത്ത് മിലാനിലെ ഈസ്റ്റ് ഏഷ്യൻ പാസ്റ്റോറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. പിന്നെ 11 വർഷക്കാലം അമേരിക്കയിലെ ബോയ്മണ്ടിൽ സേവനമനുഷ്ഠിച്ചു. ഷാങ്ഹായിലെ മാത്തോമ പ്രൊവിൻസിന്റെ ആദ്യത്തെ പ്രൊവിൻഷ്യലായി ചേട്ടൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് പ്രൊവിൻസിലെ എല്ലാ അംഗങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിച്ച നല്ലൊരു പ്രൊവിൻഷ്യലായിരുന്നു അദ്ദേഹം എന്ന്. 2009 ഫെബ്രുവരി 2 പൗരോഹിത്യ സ്വീകരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം കഴിഞ്ഞ് ഫെബ്രുവരി 5 ചേട്ടൻ ഗുരുതരമായ കാറപകടത്തിൽപ്പെട്ടു. വലത് കാലിന് ഇടത്തെ കൈക്കും സാരമായ പരിക്കേറ്റു. ആരോഗ്യം വീണ്ടെടുക്കാൻ മാസങ്ങളോളം വിശ്രമിക്കേണ്ടി വന്നു. ജീവിതം നിറഞ്ഞു നിൽക്കുന്ന പെരുമൃഗങ്ങളെ കുറിച്ച് പരാതി പറഞ്ഞയാളോട് മരുഭൂമിയിലെ അന്തോണീസ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനെ പള്ളിയിൽ വിട്ടിട്ട് പോകുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ഈ സാഹചര്യങ്ങളെല്ലാം ചേട്ടൻ ക്രിസ്തുവിനെ പള്ളിയിൽ വിടുകയല്ല ചെയ്ത കൂട്ടത്തിൽ സൂക്ഷിച്ചു. ഈ കാലത്തെ ചേട്ടന്റെ എല്ലാ വേദനകളിലും കഷ്ടപ്പാടിലും കുരിശിലെ ക്രിസ്തുവിനെ ധ്യാനിച്ച് മനസ്സിന്റെ സമാധാനം നിലനിർത്താൻ ശ്രമിച്ചു. നേരത്തെ സൂചിപ്പിച്ച പുസ്തകത്തിൽ എഴുതി, ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളിൽ നാം ധാരാളമായി പങ്കുചേർന്നിട്ടുള്ളതുപോലെ അവന്റെ ആശ്വാസത്തിന് നാം സമൃദ്ധമായി പങ്കുചേരുന്നു. ഈ പ്രത്യാശയാണ് മുന്നോട്ട് ചേട്ടനെ നയിച്ചത്, നമ്മെ നയിക്കേണ്ടത്. സമ്പൂർണ്ണ സമർപ്പണം, പ്രാർത്ഥനയോടെയുള്ള വിനയം, സന്തോഷം നിറഞ്ഞ മനസ്സ്, ധൈര്യവും പ്രതീക്ഷയും നിറഞ്ഞ മനോഭാവം, സ്വാർത്ഥതയില്ലാതുള്ള സേവന ശൈലി, ഇതൊക്കെയാണ് ചേട്ടനിൽ ഞങ്ങൾ കാണുന്ന വിശേഷ ഗുണങ്ങൾ. അത് തന്നെ ആയിരിക്കണം ചേട്ടൻ്റെ അതിശയത്തോടെ ഉയർച്ച പറഞ്ഞതുപോലുള്ള ആരോഗ്യത്തിൻ്റെ രഹസ്യവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 75 വർഷം ദൈവസേവനത്തിനായി സമർപ്പിച്ച ഈ ജീവിതം
നമ്മുടെ എല്ലാവരുടെയും ആത്മീയ യാത്രയ്ക്ക് പ്രയോജനമായിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നന്മയുടെ കർത്താവായ ദൈവം വിശുദ്ധ ഫിലിപ്പിനേരിയുടെ സ്നേഹമുള്ള ഒരു നല്ല മിഷണറിയായി ചേട്ടന്റെ മിഷൻ യാത്രയ്ക്ക് വീണ്ടും താങ്ങും അനുഗ്രഹം നൽകട്ടെ എന്നും ഗുരുവിന് വേണ്ടി അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയുള്ള യാത്ര അനവധി വർഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കട്ടെ എന്നും അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാദനങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജയകരമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേസുമാരും ആർച്ചബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ ഞങ്ങളുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിലെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ വരി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ കാരണമാകട്ടെ. നിങ്ങളെ ശക്തരാകട്ടെ. ഈ പ്രഭാതയോട് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്നതിനെ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദീപികജീവനം ഞങ്ങളെ പങ്കുകാരാക്കാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങളുമായി ഞങ്ങളെന്നും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ വരട്ടെ. നിന്റെ ദാസത്തിലെ കുർബാനയിലൂടെ ആവശ്യിച്ച് ഇതിനാൽ ശിവയുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും എന്നെ പ്രീതിപ്പെടും
വെളിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ നന്നായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീര അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ അങ്ങ് സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ശംസിയായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാഭാവമോദനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാവുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടുത്തെ സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സഹോദരി, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
പിതാവിന്റെ പ്രതിരൂപമായ മിശിഹായെ, നിന്നിൽ പിതാവിനെ കാണാൻ നിന്റെ പിറവിയുടെ ആനന്ദത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിയതിന് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. രക്ഷയുടെ അച്ചാരമായ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് നിത്യ സൗഭാഗ്യത്തിന് കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അന്ധകാരത്തിൽ ജനിക്കുന്നവർക്കും മരണത്തിന്റെ നിഴലിൽ വസിക്കുന്നവർക്കും വലിയൊരു ആശമായ വാഴ്ത്തുവിൻ. ജ്ഞാനികൾ രക്ഷകനെ അന്വേഷിച്ച് കണ്ടെത്തിയതുപോലെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും മിശിഹായി കണ്ടെത്തുവാൻ നിങ്ങളിടയാകട്ടെ. നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സകല ജനങ്ങളും ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ രക്ഷകനും നാശനുമായി പറയട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും നിലനിൽക്കും. എല്ലാ വിധത്തിലും നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. വിശദീകരണത്തിന്റെ വെല്ലുവിളിമേ സ്വസ്തി.
sisters and dear family members, നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പ് നേരി അച്ഛൻ്റെ 75ാമത്തെ വജ്ര ജൂബിലി ആഘോഷിക്കാനായി ഒത്തുകൂടിയിരിക്കുന്ന ഈ അവസരത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. At this auspicious occasion, I kindly request the presence of Father Anthony Perimaye, Father Pius CMI, Father Sebastian CMI, Father Joseph Karumati, and Kunyapan Appapan to please come forward to the stage. To begin the celebration, I request everyone to please rise for a prayer song by Sarah Sherry. പയ്യപ്പള്ളി കുടുംബത്തിലെ ഏറ്റവും മൂത്ത ചേട്ടനാണ് ബേബിച്ചേട്ടൻ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്ഥാനമുള്ളൂ. ബേബിച്ചേട്ടൻ്റെ അച്ഛനാകാൻ പോയതിൻ്റെ ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ലളിതവും ഹ്രസ്വവുമായ ചടങ്ങിലേക്ക് അച്ഛനെ ആദരിക്കാൻ വേണ്ടി കൂടിയിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് വൈദികർക്കും, ബഹുമാനപ്പെട്ട വൈദികർക്കും, കന്യാസ്ത്രീകൾക്കും, പ്രത്യേകം ക്ഷണിച്ചു വന്നിട്ടുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും നന്ദി, നമസ്കാരം എല്ലാവർക്കും. ഫിലിപ്പ് നേരി അച്ഛൻ, പ്രൊവിൻഷ്യൽ പൈസജ, മോൺസിഞ്ഞോർ ആന്റണി പെരുമായ, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ, പയ്യപ്പള്ളി ഫാമിലി ട്രസ്റ്റ് പ്രസിഡന്റ് കുഞ്ഞപ്പൻ, മറ്റ് വൈദികരെ, സന്യസ്തരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ബഹുമാനപ്പെട്ട
ഫിലിപ്പ് നേരി അച്ഛനെ ഇപ്പോൾ ആശംസകൾ അർപ്പിക്കുക. അച്ഛൻ്റെ വീരോചിതമായ ധീരമായ പ്രതിസന്ധികളിലും പ്രതികൂലമായ സാഹചര്യങ്ങളിലും കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല ഒരു മിഷൻ തീക്ഷ്ണതയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് നമുക്കൊക്കെ വളരെ ഇടയിൽ ഇത്രയേറെ ചുറുചുറുക്കോടുകൂടി തീക്ഷ്ണതയോടുകൂടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് അച്ഛനെ ഉത്സുകനാക്കുന്നതായിട്ട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് 31 വർഷത്തെ വിഷൻ രംഗങ്ങളിലെ പ്രവർത്തനമാണ്. തുടർന്ന് അച്ഛന് വലിയൊരു കരുത്ത് പ്രദാനം ചെയ്യും. തീർച്ചയായിട്ടും ഒത്തിരിയേറെ ദൈവാനുഗ്രഹവും അച്ഛനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നിലയ്ക്ക് ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. US പോയി അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അച്ഛന് ഏറ്റവും കരുത്ത് നൽകുന്നത്, അച്ഛന് ഇപ്പോൾ സംതൃപ്തി നൽകുന്നത് ഈ മിഷൻ രംഗങ്ങളിലെ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അച്ഛൻ്റെ ഈ ചുറുചുറുക്കി. നമുക്ക് 93 വയസ്സുള്ള ഈ അച്ഛൻ നൽകുന്ന വലിയൊരു പ്രചോദനമാണ്. അച്ഛനോട് അല്പസമയം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളും ഒത്തിരിയേറെ പോസിറ്റീവായിട്ടുള്ള എനർജിയോട് കൂടി അവിടെ നിന്ന് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോഴൊക്കെയാണ് അച്ഛന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞ് ബലിയർപ്പിച്ചു. ഇനി നമുക്ക് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ എത്തിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. സമയം കുറവായി ചുരുക്കുകയാണ്. പെരുമാനച്ഛൻ്റെ ജൂബിലി വർഷം കൂടിയാണത്. എന്തെങ്കിലും ആഘോഷമൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അച്ഛൻ എല്ലാവരും ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിപ്പോൾ സംഭരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഒത്തിരിയേറെ സന്തോഷത്തോടും അതിലേറെ ദൈവത്തോടും നന്ദിയോടും കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ആദ്യമായി തന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് നേരി അച്ഛന് ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നേരുന്നു. നാം ഇന്ന് പള്ളിയിൽ പ്രസംഗത്തിന് കേട്ടു നമ്മുടെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് നേരി അച്ഛൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന്, എ ജേർണി ഫോർ മൈ മാസ്റ്റർ, എന്റെ ഗുരുവിന് വേണ്ടിയുള്ള ഒരു യാത്ര. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ യാത്രയാണ്. ജനനം മുതൽ മരണം വരെ നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഓടുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് നേരി അച്ഛൻ തന്റെ ഗുരുവിന് വേണ്ടി ഒരു യാത്ര നടത്തിയ ഒരു വിവരണമാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. തന്റെ സമർപ്പിത ജീവിതം നന്നായി ജീവിച്ചു എന്നുള്ളത് തെളിവാണ് അദ്ദേഹത്തിന്റെ പ്രസന്നമായ ഈ മുഖം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ ജൂബിലിയുടെ മംഗളങ്ങൾ നേരാം. മിഷൻ രൂപതകൾ ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് മാതൃകയായി നിൽക്കുന്നുണ്ട്. അവിടം വരെ യാത്ര ചെയ്ത് ഇന്നേ ദിവസം വരെ ഗുരുവിന് വേണ്ടി യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് നേരി അച്ഛനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇന്നും നമ്മുടെ ആദിലാബാദ് രൂപതകളിൽ പല മിഷൻസ് രംഗങ്ങളിലും ആൾക്കാർ ഒത്തിരി സ്നേഹത്തോടു കൂടി ഫിലിപ്പ് നേരി നിന്ന് വളർത്തിക്കൊണ്ടുവന്ന അനേകം ക്രൈസ്തവ സമൂഹങ്ങൾ ഇന്നും ഫിലിപ്പ് നേരി അച്ഛനെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു എന്ന് സമൂഹത്തിന്റെ മാതൃകയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് അടിസ്ഥാനം ഇട്ട ഒരു മിഷണറി വൈദികരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. സംസാരിക്കാൻ വരാൻ സ്വാഗതമാണ്. അവർ മണിയടിക്കും, ഞങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞ് അവർ പള്ളിയിലോട്ട് പോകും. ഇപ്പോഴും അവരെല്ലാവരെയും സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് നേരി അച്ഛനാണ്. അതുകൊണ്ട് വിശ്രമ ജീവിതമല്ല, എപ്പോൾ വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും ഇവിടെ കടന്നു വരാം, സംസാരിക്കാം, അച്ഛന്മാരുമായിട്ട് സംസാരിക്കാം, സന്തോഷത്തോടുകൂടി തിരിച്ചു പോകാം. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെയും പേരിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ മേരിമാത വൈസ് പ്രൊവിൻസ് ഹൈദരാബാദിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഫിലിപ്പ് നേരി അച്ഛന് ജൂബിലിയുടെ മംഗളങ്ങൾ ഒത്തിരിയേറെ ഹാർദവമായിട്ട് നേരുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ജനുവരി 13, 14 ദിവസങ്ങളിൽ ഫിലിപ്പ് നേരി അച്ഛന്റെ ജൂബിലി ആഘോഷം ഞങ്ങൾ തെലങ്കാന പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് നടത്തുന്നു. അവിടെ എല്ലാവരും രൂപതകളച്ഛന്മാരും വൈദികരും സിസ്റ്റേഴ്സും ആത്മാരും എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ ജൂബിലി ആഘോഷത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സഹോദരി സഹോദരങ്ങളെ, ഈ ഒന്ന് പ്രസംഗങ്ങൾ ആവർത്തിച്ച് കേട്ട് എല്ലാവരും പഠിത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നമുക്ക് ഒരൽപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരിക്കാൻ സമയം കിട്ടിയതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുക. എന്നാലും നമ്മുടെ
കയ്യപ്പള്ളി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ഒരു സന്യാസി എന്ന നിലയിൽ, അതും ഒരു CMI സന്യാസി എന്ന നിലയിൽ 2 വാക്ക് പറയണം എന്ന് ടോം എന്നോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ബാക്കിയുള്ള അച്ഛന്മാരും വളരെ ഹ്രസ്വമായിട്ട് പറയുള്ളൂ, അച്ഛൻ അല്പം ദീർഘമായിട്ട് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, 8 മിനിറ്റിൽ കൂടുതൽ നിങ്ങളൊരു പ്രസംഗം പറഞ്ഞ് അവരെ ബോറടിപ്പിക്കരുത്, പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മാറിപ്പോരുക, അവരെ ബോറടിപ്പിക്കരുത്, പള്ളിയിൽ വരാതെയാക്കരുത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയും പിന്നെയും ഈ അച്ഛന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ടോം 10 മിനിറ്റ് പറഞ്ഞെങ്കിലും എനിക്ക് 5 മിനിറ്റ് കൊണ്ടൊക്കെ പറഞ്ഞ് തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫിലിപ്പ് നേരിയച്ചനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ അച്ഛൻ ഒരു മിഷണറി ആണെന്നാണ് എൻ്റെ വിചാരം. അതായത് ദാർശനികമായിട്ടുള്ള ഒരു പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ ദാർശനികത ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു പ്രേക്ഷിതനായിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ദാർശനികനായിട്ടുള്ള ഒരു പ്രേക്ഷിതനായി തീർന്നത്, ഒരു മിഷണറി ആയി തീർന്നത്? അദ്ദേഹത്തിന് നല്ല വിഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ വിഷനിൽ അടിയുറച്ച ബോധ്യവും അത് നടപ്പാക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തൻ്റെടവും, ആ വാക്കിനെ ഞാൻ ഉപയോഗിക്കുന്നത്, തൻ്റെടവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ നമ്മുടെ കളമശ്ശേരി പ്രൊവിൻസിൻ്റെ CMI പ്രവിശ്യയിൽ അംഗമായി ചേർന്നിട്ട് ആദ്യമായി സിറോ മലബാർ സഭയ്ക്ക് ഒരു രൂപത കേരളത്തിന് പുറത്ത് സംജാതമായപ്പോൾ അതും അന്നത്തെ മാർപ്പാപ്പ ഏൽപ്പിച്ചത് CMI സഭയെയാണ്. അന്ന് ആഗോള തലത്തിലുള്ള CMI സഭയിൽ നിന്ന് ഏറ്റവും ഉദാത്തമായ ആളുകളെ തിരഞ്ഞെടുത്ത് മാത്രമാണ് അന്ന് മിഷൻ വരയ്ക്ക് വേണ്ടിയിട്ട് അന്നത്തെ ആദ്യത്തെ മിഷനിലേക്ക് അയച്ചത്. അതിനുശേഷം 5-6 മിഷനുകൾ പിന്നീട് CMI സഭയെ ഏൽപ്പിക്കുകയുണ്ടായി. അത് അന്ന് ചാന്ത മിഷൻ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയും ആന്ധ്രാപ്രദേശ് തിരിഞ്ഞു തെലങ്കാനയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ചിട്ടുള്ള 2 വ്യത്യസ്ത ഭാഷ, 2 വ്യത്യസ്ത കൾച്ചറൽ സാഹചര്യങ്ങളുള്ള ആ സ്ഥലത്തേക്ക് പോകുന്നത്. ഞങ്ങളൊക്കെ ചെറുപ്പം എന്ന് പറയുമ്പോൾ പോകുമ്പോഴേക്കും ആ ഭാഷയെക്കുറിച്ച് നമുക്കൊക്കെ കുറേയൊക്കെ അറിയാം. അന്ന് ഫിലിപ്പിനേരിയച്ചൻ പോകുമ്പോൾ ഈ സ്ഥലം എങ്ങനെയാണെന്നോ ഈ ഭാഷ എന്താണെന്നോ അവിടുത്തെ കൾച്ചർ എന്താണെന്നോ ഒന്നും അറിയാതെ അങ്ങ് എടുത്തു ചാടിപ്പോയ ഒരു വ്യക്തിയാണ്. അവിടെയാണ് വളരെ മിഷണറി ആയിട്ടുള്ള മിഷൻ എങ്ങനെ സക്സസ്ഫുൾ ആയി എന്നുള്ളത്. ഞാൻ 3 കാര്യങ്ങളാണ് അതിനകത്ത് കാണുന്നത്: വിശ്വാസം, ആചാരം, ആത്മീയത. ഇത് 3ഉം സമഞ്ജസമായിട്ട് സമന്വയിച്ചെങ്കിൽ മാത്രമാണ് ഒരു നല്ലൊരു മിഷണറി ആയിട്ടുള്ള ഒരു മിഷണറി ആയി തീരാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ വിശ്വാസം എന്താണെന്നുള്ളത് വളരെ ആഴത്തിൽ അറിഞ്ഞിരുന്ന ഒരു വ്യക്തി ആ വിശ്വാസം പ്രഘോഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ആ ബോധ്യത്തിൽ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് നമ്മൾ കേട്ടു. കള്ളന്മാരെ നേരിടേണ്ട വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നക്സലൈറ്റ്സിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ധരിശഭൂമി, ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഇറങ്ങി ചെന്നാണ് ഇന്ന് 2 രൂപതകൾക്ക് മാത്രമല്ല 3 രൂപതകൾക്ക് ഇന്ന് പ്രൊവിൻഷ്യൽ പറഞ്ഞ പോലെ രൂപം നൽകിയത്. ഈ 3 രൂപതകൾ ഇന്ന് രൂപം കൊണ്ട് ഇന്ന് മിഷണറിമാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ 3 രൂപതകൾ അവിടെയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും CMI സന്യാസ വൈദികരുടെ പ്രേക്ഷിത പ്രവർത്തനം നിസ്തുലമാണ്. ആ നിസ്തുലമായ പ്രവർത്തനങ്ങളിൽ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഫിലിപ്പിനേരിയച്ചൻ എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടി, അതുപോലെ അഭിമാനത്തോടും കൂടി എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളതാണ്. കാരണം എൻ്റെ നോവിഷ്യേറ്റ് കാലം 1985 അവിടെ തെലങ്കാനയിൽ വെച്ചായിരുന്നു, ആദിലാബാദിൽ വെച്ചായിരുന്നു, മഞ്ചേരിയാൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആന്ധ്രാപ്രദേശിലെ അന്നത്തെ. അന്ന് എനിക്ക് ഉടുപ്പ് കിട്ടിയപ്പോൾ, ആദ്യമായിട്ട് ഉടുപ്പിട്ടപ്പോൾ എൻ്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ചൊരു വൈദികനുണ്ടായത് ബഹുമാനപ്പെട്ട ഫിലിപ്പിനേരിയച്ചനാണ്. എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, നിന്നിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഞാൻ കഴിയുമ്പോൾ ഇനി കുടുംബത്തിന് വേറൊരു വൈദികനുണ്ടായി വരികയാണല്ലോ എന്ന്. അതെന്നെ ഒത്തിരിയേറെ പ്രചോദനം നൽകിയിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് വ്രതം ചെയ്യുമ്പോൾ 1987 വ്രതം ചെയ്യുമ്പോൾ വീണ്ടും അവിടെ സന്നിഹിതനായിരുന്ന ഏക കുടുംബത്തിൻ്റെ വ്യക്തി എന്ന് പറയുന്നത് ഫിലിപ്പിനേരിയച്ചൻ മാത്രമായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു വ്യക്തിയായ ഒരാള് ഇത്രയും മിഷണറിയായിട്ടുള്ളൊരു മിഷണറിയായി അവിടെ നിലകൊള്ളാനായിട്ട് സാധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്
ഏറെയാണ്. ഇത് കഴിഞ്ഞ 1997 ഇന്നേ ദിവസം ജനുവരി 4-ാം തീയതി ഇവർ പറഞ്ഞതുപോലെ എനിക്ക് പട്ടം ലഭിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് അന്ന് ചേട്ടനച്ഛനുണ്ടായിരുന്നു, ആന്റണി പയ്യപ്പിളിയച്ഛനും കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും എൻ്റെ വശത്ത് നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും അത് കഴിഞ്ഞ് ഇവിടേക്ക് വന്നപ്പോൾ രണ്ടുപേരിൻ്റെ ഇടതും വലതും നിർത്തി ഇതാണ് നിന്റെ പയ്യപ്പള്ളി കുടുംബം എന്ന് പറഞ്ഞ് എന്നെ കയറ്റിവിടാനൊക്കെ നിന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസം, ആചാരം അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയേണ്ടത്, ഒരിക്കല് നക്സലൈറ്റ്സ് വന്ന് ആക്രമിച്ച് അവശരായി മരിക്കാറായി കിടക്കുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ആശുപത്രി അച്ഛൻ നോക്കുന്ന സ്റ്റേഷനിൽ സിസ്റ്റേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റേഴ്സിന് പേടിയാണ്, ഇവരെ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നക്സലൈറ്റ്സ് നമ്മളെ ആക്രമിക്കും. അപ്പൊ അവർക്ക് നോക്കാനും ചോദിക്കാനുമുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛൻ്റെ ആചാരങ്ങളെയൊക്കെ മറിഞ്ഞ് ആത്മീയതയിലേക്ക് കടന്നു വരുന്ന ഒരു നിമിഷമാണ്. അവിടെ തീരുമാനമെടുക്കുന്നതാണ് ആത്മീയതയുടെ നിമിഷം എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞു, നമുക്ക് മനുഷ്യ ജീവനാണ് വലുത്, അതുകൊണ്ട് നമ്മുടെ ജീവനേക്കാൾ ഉപരിയായിട്ട് ഈ മനുഷ്യ ജീവൻ കൊടുക്കുവാൻ വേണ്ടി വന്ന കർത്താവിൻ്റെ അനുയായികളായ നമുക്ക് ഈ മനുഷ്യ ജീവിതത്തെ നോക്കണം, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അതുകൊണ്ട് സിസ്റ്റേഴ്സ്, നിങ്ങൾ ധൈര്യമായി ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുക എന്ന് പറയാനായിട്ടുള്ള പേടി കൂടാതെയായിട്ടുള്ള ഒരു ആത്മധൈര്യം, അത് ആ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നാണ്. ചിലപ്പോഴൊക്കെ ഈ ആചാരങ്ങൾ ആത്മീയതയിലേക്ക് നമ്മൾ നയിക്കാത്ത സമയത്താണ് നമ്മളുടെ ഇടയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് സിറോ മലബാർ സഭ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ ആത്മീയതയെ കെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആചാരങ്ങൾ ആത്മീയതയെ ബലപ്പെടുത്താനുള്ളതാണ്. നമ്മുടെ ഇടയ്ക്ക് നോമ്പൊക്കെ നോക്കിക്കഴിഞ്ഞ് നമ്മൾ ക്രിസ്മസിന് ആഘോഷിക്കുന്നതിനാണ് നോമ്പ് നോക്കുക എന്ന് പറഞ്ഞ് ഇറച്ചി മീനൊന്നും കഴിക്കാതിരിക്കുക. അപ്പോൾ അവിടെ നമ്മുടെ ശരിക്കും പ്യുവറായിട്ടുള്ളൊരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു കത്തോലിക്കിന് നോമ്പ് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്താണ് സഹനമുള്ളത്? പക്ഷേ ശരിക്കും അല്ലെങ്കിൽ മത്സ്യാഹാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അത് മനസ്സുകൊണ്ട് വേണ്ട എന്ന് വെക്കുമ്പോൾ അവിടെ ഒരു ആത്മനിയന്ത്രണത്തിന്റെ ഒരു ആത്മീയതയുണ്ട്. ഈ ആത്മനിയന്ത്രണത്തിന്റെ ആത്മീയത നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുന്നില്ല എങ്കിൽ ആ നോമ്പ് നോക്കലിന്, ഈ ആചാരത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നോമ്പ് നോക്ക് വഴി എനിക്കൊരു ആത്മനിയന്ത്രണം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ആത്മനിയന്ത്രണം പ്രകടമാകണം. ആരെങ്കിലും എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാനായിട്ട് സാരമില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴേക്കും ഞാൻ എടുക്കുന്ന പൊസിഷനിലേക്ക് വേറൊരുത്തൻ വണ്ടിയുമായിട്ട് കയറി വരുമ്പോൾ അവനോട് അസഹിഷ്ണുത പുലർത്തുന്ന ഒരു മനോഭാവമാണ് എങ്കിൽ ആചാരം ആത്മീയതയിലേക്ക് നയിക്കുന്നില്ല. അപ്പൊ ഏത് ആചാരവും ആത്മീയതയിലേക്ക് നയിച്ചെങ്കിൽ മാത്രമാണ് അതിന് അർത്ഥമുള്ളൂ. ഇങ്ങനെ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇന്ന് 93 വയസ്സ്. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, നമ്മളൊക്കെ അതിനകത്തേക്ക് തന്നെ 10-40 കൊല്ലം കൂടി ഇനി വേണം. അതൊക്കെ അവിടെ വരെ എത്തുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല, തുടക്കത്തിൽ എനിക്കൊരല്പം ആശങ്ക വന്നു. കാരണം പ്രാർത്ഥന ചൊല്ലാനായിട്ട് എടുത്തു വന്നപ്പോൾ അല്പം ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലി തുടങ്ങി. കുർബാനയിലേക്ക് സുവിശേഷം വായിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ വായിച്ചോളാമെന്ന് എന്നോട് നല്ല സ്വരത്തിൽ പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. ഇത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ മുക്കിമൂടിയൊക്കെ ആയിരിക്കും വായിക്കരുത്. നല്ല സ്ഫുടമായിട്ട് വളരെ മനോഹരമായിട്ട് ആ സുവിശേഷം വായിക്കുക മാത്രമല്ല, തുടർന്നുള്ള കുർബാന വളരെ പരിപക്വമായ രീതിയിൽ അത് ചൊല്ലിത്തീർക്കുവാനായിട്ട്, അർപ്പിച്ചു തീർക്കുവാനായിട്ട് സാധിച്ചു. ഇവിടെയാണ് ഈ പറയുന്ന ആചാരത്തെ ആത്മീയതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് വലിയ വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമയെയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഒരു സന്യാസ പുരോഹിത മിഷണറിയെ ഈ ഉദാത്തമായ ജീവിതത്തിന് മുൻപിൽ നമുക്ക് തലകുനിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ഈ അവസരത്തിൽ കുടുംബത്തിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഫിലിപ്പ് നേരി അച്ഛന്, പയ്യപ്പള്ളി കുടുംബത്തിൻ്റെ പേരിൽ, മറ്റ് അമ്മ വഴിയുള്ള പെരുമായും കുടുംബത്തോടെ ഇരിപ്പുണ്ട്, അച്ഛൻ ഓൾറെഡി പറഞ്ഞു, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഞങ്ങൾക്ക് ശതാബ്ദി ആഘോഷിക്കുവാനായിട്ടുള്ള അവസരം ദൈവമേ ഞങ്ങൾക്ക് തരണം. അതിനുള്ള ആ മനോഹരമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന
സമർപ്പിതരുടെയും പ്രത്യേകിച്ച് ഫിലിപ്പച്ചൻ്റെ 2 സഹോദരിമാരായ CSN സഹോദരിമാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ നിന്ന് ആശംസകൾ അർപ്പിക്കാനായിട്ട് ഏറെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനവുമുണ്ട്. ആശംസയ്ക്ക് വേണ്ടി പറഞ്ഞപ്പോൾ എനിക്ക് ടോം അയച്ചു തന്നിരുന്നു. അച്ഛൻ എഴുതിയൊരു പുസ്തകമുണ്ട്, അച്ഛനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പുസ്തകത്തിലൂടെ മോൺസിഞ്ഞോർ കുർബാനയിൽ പുസ്തകത്തിന് സൂചിപ്പിച്ചതുപോലെ വളരെ ഭംഗിയായിട്ട് ഒരു മിഷണറിയുടെ ചൈതന്യവും തീഷ്ണതയും അതിലേറെ ക്ലേശങ്ങളും ഒക്കെയുള്ള ജീവിതം എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയത് എന്ന് ഒറ്റയിരിപ്പിലിരുന്ന് വായിക്കാനായിട്ട് ആ പേജുകളിലൂടെ ഞാൻ കടന്നുപോയി. അതൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒറ്റ കാര്യമാണ്, ഫിലിപ്പ് നേരി അച്ഛൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം. ഇത് ഞങ്ങൾ പലപ്പോഴും ചുവര കമ്മ്യൂണിറ്റിയിലാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മുഴുവൻ തന്നെ ഇവിടെയുണ്ട്. അച്ഛൻ പറയുന്നത് എന്തോ അത് പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പ്രൊൻഷാൽ അച്ഛൻ സൂചിപ്പിച്ചു, അച്ഛനവിടെ വിശ്രമ ജീവിതമല്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും കുമ്പസാരിക്കാൻ വരുന്നവരെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു അച്ഛനാണ്. വളരെ വിസ്മയത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് ഫിലിപ്പിനേരി അച്ഛൻ എത്ര പേരവിടെ കുമ്പസാരിക്കാൻ വന്നാലും എല്ലാവരെയും കുമ്പസാരിപ്പിച്ച് ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങളോട് സൗഹൃദ സംഭാഷണം കൂടെ നടത്തിയിട്ട് പള്ളിയുടെ കഥകളെല്ലാം അടച്ച് ഒരു കൊച്ചച്ഛനെ പോലെ ഒരു ബ്രദറിനെ പോലെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായിട്ട് ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞങ്ങൾ അവിടെ കാണാൻ കഴിയുന്നത്. യെശയ്യാ പ്രവാചകൻ ഒരു പുരോഹിതന്റെ വലിയ ദൗത്യത്തെക്കുറിച്ച് പറയുന്നത് പോലെ ആശ്വസിപ്പിക്കുക, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എന്ന് പറയുമ്പോൾ കൗൺസിലിംഗ് സെന്ററിൽ പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന മനുഷ്യർക്ക് മനസ്സിന് സ്വസ്ഥത കൊടുക്കാനായിട്ട് കുറച്ചൊക്കെ സഹായിക്കുമെങ്കിലും അവരുടെ ആത്മീയമായ സഹായം ചെയ്തു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതുകൊണ്ട് പലപ്പോഴും കുമ്പസാരിപ്പിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ അവരെ പറഞ്ഞു വിടാറുണ്ട്. എത്ര സമയമെടുത്താണെങ്കിലും അച്ഛൻ കുമ്പസാരിപ്പിക്കും. അതിനുശേഷം വീണ്ടും കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവരൊക്കെ സുഖപ്പെട്ടാണോ പോയത്, എന്തെങ്കിലും അവരെക്കുറിച്ച് അറിവുണ്ടോ? വളരെ ചെറിയ കാര്യങ്ങൾ പോലും വളരെ കൃത്യതയോടുകൂടി അന്വേഷിക്കുവാനും ഹൃദയം കൊണ്ട് ശ്രവിക്കാനുമുള്ള ഒരു വലിയ മിഷണറിയുടെ തീഷ്ണത ഫിലിപ്പച്ചനിൽ പലപ്പോഴും കണ്ട് അതിശയപ്പെടാറുണ്ട്. ദൈവത്തിന് നന്ദി പറയാറുണ്ട്. സിൽവർ കിട്ടുമ്പോൾ നമ്മളെപ്പോഴും ഗോൾഡിന് വേണ്ടിയിട്ടാണ്, വീണ്ടും ഡയമണ്ട്. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ഒന്നു ചേർന്ന് ആശംസിക്കുകയാണ് അച്ഛന് കൂടുതൽ ആയുസ്സും ആരോഗ്യവും നല്ല ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജൂബിലിയുടെ എല്ലാ നന്മകളും നേരുന്നു. കോവയ്ക്ക് വേണ്ടിയിട്ട് അച്ഛന് ഡയമണ്ട് ജൂബിലി ആശംസകൾ. സുഖല്ലേ? ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജൂബിലി ആശംസകൾ. Commander Papa, congratulations and best wishes on your diamond jubilee. Bye. Hello, baby, Papa. Hello, Melissa. Diamond jubilee ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എന്റെയും എന്റെ ഫാമിലിയുടെയും പ്രധാനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം ലഭിക്കുന്ന എല്ലാ ആയുരാരോഗ്യങ്ങളും നൽകുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജൂബിലിയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. God bless you. Happy Jubilee. Happy Jubilee. Happy Papa. Ikut tu siapa? Ada Papa tu nak gift kena kali kau ni lagi. Nana tu sepat dia tu. And again, I'm very happy gold diamond. ക്രിസ്മസിനും ഈസ്റ്ററിനും ആ ഒരു മെമ്മറീസും ആ ഒരു എക്സൈറ്റ്മെന്റുമാണ്. ആക്ച്വലി ഞാൻ ഭയങ്കര ലക്കിയാണ് അതിൽ ഒരു പാട്ടാവാൻ പറ്റിയത്. പക്ഷെ ഞങ്ങളൊരു ഗ്രേറ്റ് ലീഡറും ഞങ്ങൾക്കൊരു ഗ്രേറ്റ് എക്സാമ്പിളുമാണ്. എനിവേ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് എല്ലാം
ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ കംപ്ലീറ്റ് തുടക്കം മുതലുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. Once again, all of us very happy time jubilation. Bye. Now I invite Baby Velipachan to give his replies. ഈ ഘോഷമായിട്ട് എൻ്റെ തൊണ്ട 2-3 ദിവസമായിട്ട് മോശമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പള്ളിയിൽ പ്രാർത്ഥന ചെല്ലാൻ പറ്റാതെ പോയത്. ഏതായാലും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട മത്സരമാണ് ഈ 2025. കാരണം നല്ല കാര്യങ്ങളുണ്ട്. ഒന്നാമത് എനിക്ക് പറഞ്ഞതുപോലെ 93 വയസ്സ് തികഞ്ഞ് 94ലേക്ക് അടുത്ത ജൂലൈ 8-ാം തീയതി പ്രവേശിക്കും. 93 വയസ്സ് വരെ ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. എന്തിനാണ് ഇന്നിങ്ങനെ ഇത്ര വയസ്സ് വരെ ജീവൻ തന്നെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും 80 കഴിഞ്ഞ് പോയിട്ടുള്ളൊരു ചേട്ടൻ്റെ പേര് ഞാൻ ഓർക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വല്യമ്മ കുഞ്ഞപ്പൻ്റെയൊക്കെ അമ്മ 100 വയസ്സ് വരെ ജീവിച്ചു. അവർ സെഞ്ചുറി ഘോഷിക്കുകയും ചെയ്തു. പിന്നെ എല്ലാവരും തന്നെ 75-80 കാരണന്മാരൊക്കെ പോയി. എന്നെ മാത്രം ഇങ്ങനെ ശരിയാണ്. ഒരു ചേച്ചിയുണ്ട്, 103 ആയിട്ടുണ്ട്. ഒരു ചേച്ചിയുണ്ട്, കുഞ്ഞപ്പൻ്റെയൊക്കെ പെങ്ങൾ, മൂത്ത പെങ്ങൾ 103 വയസ്സായെന്ന് പറയുന്നത്. അത് ശരി. ഏതായാലും ഈ 93 വയസ്സ് വരെ ദൈവം എനിക്ക് ആയുസ് തന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ച് വ്രതം ചെയ്യുന്നു. അതായത് അമ്പഴക്കാട് പോയല്ല. ഞാൻ അന്നത്തെ കാലത്ത് പ്രൊവിൻസുകളൊന്നും ആയിട്ടില്ല, ഒരു സഭയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അമ്പഴക്കാട് പോയതിലാണ് നോവിഷേറ്റ്. ആ നോവിഷേറ്റിൽ വെച്ച് 1950 ഒക്ടോബർ 15-ാം തീയതി അമ്മത്തരേസ്യ പുണ്യവതിയുടെ തിരുനാൾ ദിവസം ഞാൻ ആദ്യമായിട്ട് സന്യാസ ജീവിതം CMI സഭയിൽ 3 വ്രതങ്ങൾ ചെയ്ത് സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ചു. അത് ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ 75 കൊല്ലം ആകുന്നു. ഈ 75 കൊല്ലം കൊല്ലാൻ ആയുസ് തന്നു. ഇതിലൊക്കെ ഓരോരുത്തരെയൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ആത്മശക്തി എനിക്കുണ്ട്. മിഷനിൽ വന്നപ്പോൾ ഈ ചാന്താ മിഷൻ്റെ തുടക്കകാലത്ത് ഞങ്ങൾ കുറേ പേര് അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്ന് ഞങ്ങൾക്ക് പ്രചോദനമായിട്ട് ഉള്ളത്, അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ വലിയ ഇതൊന്നും ചെയ്യാൻ പരിചയമുള്ളവരൊന്നുമല്ല. അവിടുത്തെ അന്നത്തെ മെത്രാൻ ജനുവാരിയസ് പിതാവ്, മോൺസിഞ്ഞോർ ജനുവാരിയസ്, അദ്ദേഹം മിഷനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള വിഷനുള്ള ഒരാളായിരുന്നു. എന്നൊരു ഫിലോസഫറായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഫിലോസഫിയും ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പുള്ളി ഞങ്ങളോട് പറയുമായിരുന്നു, ആദ്യകാലത്ത് നമ്മളിവിടെയൊക്കെ വന്നിരിക്കുന്നത് കോവേന്ത സ്ഥാപിക്കാനോ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാനോ അല്ല. ഈ പ്രദേശത്ത് മുഴുവൻ ഗ്രാമങ്ങളാണ്, പാവപ്പെട്ട മനുഷ്യരാണ്. അവരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. അതെപ്പോഴും കൂടി ഞങ്ങളോട് പറയുമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെയൊക്കെ ആവേശം. ആവേശം പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് നന്മ ചെയ്ത് അവരെ സഹായിച്ച് കർത്താവിനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആ ആവേശത്തിലാണ് ഞങ്ങൾ ഈ കണ്ട വില്ലേജുകളിലൊക്കെ പോയി നടന്നതും കർഷകരുടെ ദൈവം പറഞ്ഞതുപോലെ ആ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. കാളവണ്ടിയിലും നടന്നും മണിക്കൂറുകൾ, ബസ്സൊന്നുമില്ലാന്ന്, ഏതോ ഒരു ബസ് എവിടെ നിന്ന് വരുന്നു, ആ ബസ് നോക്കിയെന്നും ഒക്കെ ആയിട്ടിങ്ങനെ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല ഈ പറയുന്ന മിഷൻ്റെ വില്ലേജിൻ്റെ സ്ഥിതി എന്താണെന്ന്.
ഈ ഇവിടെ കേരളത്തിലുള്ളവർക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത്രയ്ക്ക് വ്യത്യാസപ്പെട്ട ഒരു സിറ്റുവേഷനാണ് ഇവിടെ. പക്ഷേ ഈ പറഞ്ഞ കർത്താവിശ്വാസിയായ പ്രതിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഈ മനുഷ്യർക്ക് നന്മ ചെയ്യണം, ഈശോയെ പ്രതി അവർക്ക് എല്ലാവിധത്തിലും എല്ലാ പാടുള്ള ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കണം എന്നുള്ള ആവേശത്തിൽ ഞാൻ ജീവിച്ചു. സത്യമാണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ കാലത്ത് നക്സലൈസിൻ്റെ ബഹളമുള്ള കാലമാണ്. നക്സലൈസ് അങ്ങനെ എന്ന് പറയും. അവർ തൂക്കുമായിട്ട് വില്ലേജിൽ കൂടെ വരും. അവർ അന്വേഷിച്ചുകൊണ്ട് പോലീസ് CRPകൾ വരും. രണ്ടു കൂട്ടരും വന്ന് ഞങ്ങളുടെ ആ വില്ലേജിലൊക്കെ ഇവിടെയൊക്കെ വരും. ഇവർ രണ്ടുപേരും വന്നുകൊണ്ട് നക്സലൈസിന് നമ്മളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സന്തോഷമാണ്. പക്ഷേ അവർക്കൊരു നിർബന്ധമുണ്ട്, പോലീസിനെ നിങ്ങളുടെ ചർച്ച് കോമ്പൗണ്ടിൽ കയറ്റാൻ പാടില്ല എന്ന് പറയും. ഇങ്ങനെ രണ്ടു കൂട്ടരുടെ ഇടയിലും നിന്നും അവരുടെ ഇതൊക്കെ നമ്മളിങ്ങനെ ജീവിച്ച് പോരാനായിട്ട് സാധിച്ചത് കർത്താവ് ഈശോ മിശിഹ എന്നുള്ള വ്യക്തിയാണ്. അതാണ് അതിൻ്റെ സത്യം. കർത്താവ് ഈശോ മിശിഹ ആ ഈശോയെ പ്രതി ഈ പറഞ്ഞ മനുഷ്യരുടെ ഇടയിലെല്ലാം ജീവിച്ച് അവർക്ക് നന്മ ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. ആ ആത്മധൈര്യമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാം അടിസ്ഥാനം. എവിടെയായാലും നമ്മൾ എന്ത് ചെയ്താലും ആ കർത്താവ് ഈശോ മിശിഹായെ കുറിച്ചുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയെ പൂജിക്കണം. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ ആ വില്ലേജിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 75 കൊല്ലം ഞാൻ ആദ്യവ്രതം ചെയ്തിട്ട് 75 കൊല്ലം അടുത്ത ഒക്ടോബർ 15 ആവും. അതൊക്കെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ഉണ്ടാവുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ളതല്ല. അത് എന്തായി കാണുന്നതെന്ന് എനിക്ക് ഞാൻ മനസ്സിലാവണില്ല. ഇതിനെല്ലാം കാരണം പ്രിയപ്പെട്ടവരെ എൻ്റെ അനുജന്മാരും അവരുടെ മക്കളുമാണ്. അവരാണ് താല്പര്യമെടുത്ത് നമുക്ക് ഘോഷിക്കണം. 75 കൊല്ലം എന്ന് പറയുന്നതൊക്കെ ചില്ലറ കാര്യമൊന്നുമല്ല. നമുക്ക് ഘോഷിക്കണമെന്ന് അവർ താല്പര്യമായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അതാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് ഏറ്റവും നന്ദിയുണ്ട്. സ്നേഹത്തോടു കൂടി തന്നെ അവർക്ക് നന്ദി പറയുന്നു. എല്ലാവരും ഇതൊന്നും നടക്കുകയില്ല. പിന്നെ ഇവിടെ അച്ഛന്മാരും സിസ്റ്ററും ഒക്കെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ പെരുമാനച്ചൻ പള്ളിയിൽ പ്രസംഗിച്ച് അല്ലോ. അപ്പം ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ മിഷനിലാണോ ഇപ്പോഴും? ആ വില്ലേജിൽ ജീവിക്കുന്ന പോലെ അവിടെ ഫീലിംഗാണ് അദ്ദേഹം പറഞ്ഞപ്പോഴല്ല എൻ്റെ മനസ്സിലുണ്ടായത്. അതുപോലെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആ സമയത്ത് പള്ളിയിലല്ലായിരുന്നു, ഈ പറഞ്ഞ വില്ലേജുകളിൽ അവരുടെ ഇടയിലായിരുന്നു. അതുപോലത്തെ ആ ഫീലിംഗ് പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ അത് തന്നെയായിരുന്നു അവിടത്തേക്ക് വില്ലേജുകളിലൊക്കെ സ്ഥിതി. ഇപ്പോഴും ഞങ്ങൾ പഠിപ്പിച്ചെടുത്ത പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെ പഠിച്ചു വരുമ്പോൾ അവരവരുടെ വില്ലേജിൽ നിന്ന് ടൗൺ ഏരിയയിലേക്കൊക്കെ മാറിപ്പോകും. വില്ലേജുകളൊക്കെ പഴയതുപോലെയൊക്കെ തന്നെ കിടക്കും. അവിടെ കന്നുകാലികളും തെടിയും വലിയൊക്കെ എല്ലാമായിട്ടുള്ള സ്ഥിതിയാണ്. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള രീതിയിലാണ് ഞാനൊക്കെ ജീവിച്ചിട്ടുള്ളത്. അതുപോലെ ഞങ്ങളുടെ സെബാസ്റ്റ്യൻ നിങ്ങൾക്കറിയാമായിരിക്കും. അദ്ദേഹം ആലുവ പയ്യപ്പള്ളിയാണ്. അങ്ങേര് ഇപ്പോൾ അവിടെയാണെന്ന് പറഞ്ഞാലും അങ്ങേര് വാസ്തവത്തിൽ ഈ ആലുവയിലുള്ള പയ്യപ്പള്ളിയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, വല്യപ്പൻ്റെ ഒരു മകൻ്റെ മകനായിട്ട് വരും. അവരവിടുന്ന് കുറച്ച് മുമ്പ് അങ്ങോട്ടേക്ക് പോയിന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആലുവയിലെ പയ്യപ്പള്ളി അച്ഛനാണ് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ്റെ നല്ല വാക്കുകൾക്കും അതുപോലെ പിന്നെ നമ്മുടെ പ്രോൺഷ്യാളച്ചൻ പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞപ്പൻ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ
ഈ ഫാമിലി യൂണിയൻ്റെ പ്രസിഡന്റ് അച്ഛൻ അങ്ങേ പറഞ്ഞ പോലെ ഞാനാണ് മൂത്തത്, പക്ഷേ പുള്ളിയാണ് പ്രസിഡന്റ്. പ്രസിഡന്റും പിന്നെ കുടുംബത്തിലെ മെമ്പറാണ്. നല്ല സന്തോഷമുണ്ട്. പിന്നെ പ്രീത സിസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങളുടെ 2 സിസ്റ്റേഴ്സ് കൂടി ഇരിപ്പുണ്ട്. എൻ്റെ പെങ്ങന്മാർ, ആ പെങ്ങന്മാരുടെ സഭയിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ പ്രീത സിസ്റ്ററിന് ഞങ്ങൾ ചൂരക്കാരാണ്. ഞങ്ങൾക്ക് ചൂരയിൽ തന്നെയുള്ളവരാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ പള്ളി വരും, അവിടെ കുർബാനയ്ക്ക് വരും. അപ്പോൾ കണ്ടു വർത്താനൊക്കെ പറയും. അങ്ങനെ അടുത്ത ബന്ധം പ്രീത സിസ്റ്റർ ആരാണെന്ന് പറഞ്ഞത് അവിടെ വലിയ കൗൺസിലിംഗ് സെൻ്റർ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പഠിച്ച് PhD ഒക്കെ എടുത്ത് വന്ന് അവിടെ ജീവന കൗൺസിലിംഗ് സെൻ്റർ എന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടെ നടത്തുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ വരാം. അവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്, ആളുകൾ വരും, താമസിക്കുന്നു. അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ വന്ന് താമസിച്ച് ആ ഒരു സിസ്റ്റർ അവിടെ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ചാപ്പലിൽ കുർബാനയ്ക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്ററിനോട് ഞങ്ങളൊക്കെ ഒരേ വില്ലേജിൽ ജീവിക്കുന്നവരായതുകൊണ്ട് കൂടുതലാളുകൊണ്ട് പിന്നെ പെങ്ങന്മാരുടെ സിസ്റ്റേഴ്സ് എന്ന നിലയിൽ നമ്മളുടെ സിസ്റ്റേഴ്സായിട്ട് തന്നെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് വളരെ നന്ദി പ്രീത സിസ്റ്ററിനും. ഞങ്ങളുടെ പ്രൊവിൻഷ്യാളച്ചൻ പറഞ്ഞല്ലോ, പ്രൊവിൻഷ്യാളച്ചൻ ഞങ്ങളുടെ പ്രൊവിൻഷ്യാളാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ജർമ്മൻകാരനാണ്. ജർമ്മനിയിൽ കൊല്ലങ്ങളായിട്ട് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളി ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങളെ പ്രൊവിൻഷ്യാളാക്കി. അല്ലെങ്കിൽ പുള്ളി അവിടെ തന്നെയാണ്. ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ പ്രൊഫഷണലായിട്ട് വസിക്കുന്നത്. മിക്കവാറും ഈ ടൈം കഴിയുമ്പോൾ പുള്ളി വീണ്ടും തിരിച്ചു പോകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി വളരെ സൗമ്യമായിട്ട് ഉള്ള പെരുമാറ്റം എനിക്കത് വളരെ എന്നെ സ്പർശിച്ചു. ഞാൻ മിനിയാന്നാണ് ആദ്യമായിട്ട് അതിനെ കണ്ടത് തന്നെ. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫാമിലി യൂണിയൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ആനിവേഴ്സറി. അന്ന് അച്ഛനെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നലെ കണ്ടു. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പെരുമായനച്ചൻ പള്ളിയിൽ അതൊക്കെ പറയാനായിട്ട് ഞാൻ എന്താണ് ആ വില്ലേജിലാണോ ഇപ്പോഴും അതുപോലത്തെ എക്സ്പ്ലനേഷൻ ആയിരുന്നു വളരെ വിശേഷമായിട്ട്. ഞാൻ പള്ളിയിലായിരുന്നു, അവിടുത്തെ ഞങ്ങളുടെ വില്ലേജിലായിരുന്നു. എല്ലാവർക്കും നന്ദി. ഈ കൊച്ച് വളരെ ഇതായിട്ട് അവളാണ് തൊടുപുഴ കൊമ്പേറിയത്. ബാംഗ്ലൂർ ജോലിയാണ്. അതൊക്കെ പഠിച്ച് പാസ്സായി വന്നിട്ടുമ്പോൾ അവിടെ ജോലിയാണ്. അപ്പോൾ അവിടെ ഇവിടെ ഞങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് എല്ലാവർക്കും ജൂബിലറി ഫിലിപ്പിനേക്ക് ലഭിച്ച വേദിയിൽ സദസ്സിലും ഉപസ്ഥരായിട്ടുള്ള ബഹുമാനപ്പെട്ട വേദികളെ സിസ്റ്റേഴ്സ്, പ്രിയ കുടുംബാംഗങ്ങളെ, സമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും മാർഗത്തിലൂടെ ഞങ്ങളെ എക്കാലത്തും പ്രചോദിപ്പിച്ച ഞങ്ങളുടെ വല്യപ്പച്ചനോട് ഉള്ള സൂചകമായുള്ള ഈ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപനത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ആദ്യമായി ആന്ധ്രാപ്രദേശിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള CMI മേരിമാത പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ പയസിന് നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങയുടെ പ്രഭാഷണം ഹൃദയങ്ങളെ സ്പർശിക്കുന്നതായിരുന്നു. അടുത്തതായി ഞങ്ങളുടെ കുടുംബാംഗങ്ങളായ പെരുമായനച്ചനോടും സെബാസ്റ്റ്യൻ അച്ഛനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഫിലിപ്പിനേരിയത്തിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടുത്ത തലമുറയുടെ
ആധ്യാത്മിക വഴികാട്ടികളാണ് പെരുമായനച്ഛനും സെബാസ്റ്റ്യനച്ഛനും. ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ ജോസഫ് കരിമത്തി, അസിസ്റ്റന്റ് വികാരിയച്ഛൻ ഫാദർ അതുൽ മാളിയേക്കൽ എന്നിവരോട് ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ജൂബിലിയുടെ ഒരുക്കങ്ങളിലൂടെ ഞങ്ങളെ നയിക്കുന്നതിൽ നിങ്ങൾ നൽകിയ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും ഏറെ സഹായകരമായിരുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും പ്രത്യേകിച്ച് പ്രീത സിസ്റ്ററിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും ഈ ജൂബിലി ആഘോഷത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കി. ഈ ജൂബിലി ആഘോഷം വിജയിപ്പിക്കുന്നതിന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച വൈസ് ചെയർമാൻ ശ്രീ ഡൊമിനിക് കാവുങ്കൽ, കൈക്കാരന്മാർ ശ്രീ ഫ്രാൻസിസ് തോമസ് കൊല്ലമാപ്പറമ്പിൽ, ശ്രീ വിൻസെന്റ് തോട്ടത്തിൽ, കപ്പ്യാർ ശ്രീ പോൾസൺ തെക്കാനത്ത്, ഗായകർ, അൾത്താര ബാലകർ, അൾത്താരം ഭംഗിയായി അറേഞ്ച് ചെയ്തു വന്ന സിസ്റ്റർ റീത്ത, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രയത്നങ്ങൾ ഈ ആഘോഷം തികച്ചും ഒരു നല്ല അനുഭവമാക്കി മാറ്റുവാൻ സഹായിച്ചു. അവസാനമായി ബേബി വല്യപ്പച്ചന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വർഷങ്ങളായി വല്യപ്പച്ചൻ ഞങ്ങൾക്കായി ചെയ്തു പോരുന്ന എല്ലാത്തിനും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും ഒരു ചെറിയ അടയാളമാണ് ഇന്നത്തെ ആഘോഷം. വല്യപ്പച്ചൻ്റെ വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും നിസ്വാർത്ഥ സമർപ്പണത്തിൻ്റെയും ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമാണ്. ഞങ്ങൾക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും അചഞ്ചലമായ സ്നേഹത്തിനും ഞങ്ങൾ എന്നേക്കും കടപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അവസാനമായി ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും പയ്യപ്പള്ളി കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. എന്നുമെന്നും ഓസ്തിയായി ജീവനേകും സ്നേഹമേ, എന്നിലെന്നും വാസമായി നീയലിഞ്ഞു ചേരണം. തണലാകണം നീ, നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം. തണലാകണം നീ, നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം. തിരുവോസ്തിയായെന്നുള്ളിൽ സ്നേഹത്തിൻ മധുവായി, വരദാനമായൻ ഹൃത്തിൽ ജീവന്റെ നനവായി, ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, തണലാകണം നീ, നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം. തണലാകണം നീ, നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം. മിഴിനീരുമായി ചെന്നരികിൽ കാരുണ്യക്കുളിരായി, അകതാരിലാനന്ദമരുളും അലിവിൻ്റെ കണമായി,
വാത്സല്യമേ കടലാകണം നീ നിറവാകണം ഒരുപാട് സ്നേഹത്തിൻ കടലാകണം കടലാകണം നീ നിറവാകണം ഒരുപാട് സ്നേഹത്തിൻ കടലാകണം എന്നുമെന്നും ഓസ്തിയായി ജീവനേകും സ്നേഹമേ എന്നിലെന്നും വാസമായി നീയലിഞ്ഞു ചേരണം തണലാകണം നീ നിറവാകണം ഒരുപാട് സ്നേഹത്തിൻ കടലാകണം തണലാകണം നീ നിറവാകണം ഒരുപാട് സ്നേഹത്തിൻ കടലാകണം തണലാകണം നീ നിറവാകണം ഒരുപാട് സ്നേഹത്തിൻ കടലാകണം തണലാകണം നീ നിറവാകണം ഒരുപാട് സ്നേഹത്തിൻ കടലാകണം